കേരളത്തിൽ ഇപ്പോൾ എങ്ങും കനത്ത ചൂടാണ്. അടുത്ത കാലത്ത് എങ്ങും കാണാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇപ്പോൾ ചൂട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും പല ജില്ലകളിൽ ഇതിനായുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഈ കനത്ത ചൂട് നമ്മളെ ബാധിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളെയും ബാധിക്കാറുണ്ട്. മഴക്കാലത്ത് മാത്രമല്ല, ചൂടുകാലത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾക്ക് പ്രത്യേക സംരക്ഷണം നൽകേണ്ടതുണ്ട്. നമ്മളിൽ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റാണ് സ്മാർട്ട് ഫോൺ എന്നത്. ചൂട് ഇത്തരത്തിൽ ദിനംപ്രതി ഉയരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾക്കും പ്രത്യേക സംരക്ഷണം നൽകേണ്ടതാണ്. കാരണം സാധാരണ കാലാവസ്ഥയിൽ തന്നെ ദീർഘനേരം ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ ചൂടാകുന്നവയാണ് സ്മാർട്ട് ഫോണുകൾ. ഇപ്പോൾ അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ സ്മാർട്ട് ഫോണുകൾ ഇരട്ടിയായി ചൂടാകാനുള്ള സാധ്യതയുമുണ്ട്. ഒരു പരിധിക്കപ്പുറം ഫോൺ ചൂടാകുമ്പോൾ ഇവയുടെ ബാറ്ററി പൊട്ടിത്തെറിക്കാനും ഇതുമൂലം നമുക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് ഫോണുകൾ എങ്ങനെ സുരക്ഷിതമായി പരിചരിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ബഹുഭൂരിപക്ഷം ഉപയോക്താക്കളും തങ്ങളുടെ ഫോൺ കേസ് ഉപയോഗിച്ച് സംരക്ഷിച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ കേസ് എന്നത് ഫോണിന്റെ പിൻഭാഗത്ത് മൂടി വെച്ചിരിക്കുന്നതിനാൽ ബാറ്ററിയുടെ ചൂട് കൂടാൻ ഇത് കാരണമാകുന്നതാണ്. നിങ്ങൾ വീട്ടിൽ വെച്ചാണ് ഫോൺ ഉപയോഗിക്കുന്നത് എങ്കിൽ ഫോണിന്റെ കേസ് ഊരി മാറ്റിയതിനു ശേഷം ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം ഫോൺ അമിതമായി ചൂടായേക്കാം. മാത്രമല്ല, ഫോൺ ചാർജ് ചെയ്യുമ്പോഴും കേസ് ഊരി മാറ്റാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കേസ് ഊരി മാറ്റിയ ഫോണിന്റെ പിൻഭാഗം മുകളിൽ വരാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കണം ഫോൺ വെക്കേണ്ടത്. ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഉപയോഗിച്ചാൽ ഫോൺ അമിതമായി ചൂടാക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഫോണിലെ മൊബൈൽ ഡാറ്റ, ബ്ലൂടൂത്ത്, ലൊക്കേഷൻ എന്നിവയും ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ ഓണായി കിടക്കുമ്പോൾ ഫോണിന് കൂടുതലായി ജോലി ചെയ്യേണ്ടി വരുമെന്നതിനാൽ ഫോൺ സാധാരണയിലുപരിയായി ചൂടാകാനുള്ള സാധ്യതയുണ്ട്. അന്തരീക്ഷത്തിന് ചൂടുള്ളതിനാൽ തന്നെ ഇത് ചിലപ്പോൾ അപകടം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്ന സ്ഥലത്ത് ദീർഘനേരം ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ്. ഇതും നിങ്ങൾക്കും ഫോണിനും വലിയ ദോഷം തന്നെ ചെയ്യുന്നതായിരിക്കും. ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഫോൺ കോളുകൾ ചെയ്യുമ്പോൾ ഇയർബഡുകളോ ഹെഡ്സെറ്റുകളോ മറ്റും ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഫോണിന് എന്തെങ്കിലും പറ്റിയാൽ ഇവ നിങ്ങളെ നേരിട്ട് ബാധിക്കില്ല. ഫോൺ ചെവിയിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ അപകടം നിങ്ങൾക്ക് വലിയ പരിക്കുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ചൂടുകാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം നമ്മൾ ഫോണുകൾ ഉപയോഗിക്കാൻ. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതികഠിനമായ ചൂടാണ് ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 38 ഡിഗ്രിക്ക് മുകളിലാണ് പല ജില്ലകളിലെയും കൂടിയ കാലാവസ്ഥ. വരും ദിവസങ്ങളിൽ 2 മുതൽ 4 ഡിഗ്രി വരെ ഈ ചൂട് ഉയരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജനങ്ങൾ പകൽ 11 മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത കാലത്ത് എങ്ങും നമ്മൾ കാണാത്ത വിധത്തിലാണ് ഇപ്പോൾ ചൂട് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല ജില്ലകളിലും കനത്ത ചൂടിനെ തുടർന്ന് അധികൃതർ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഈ സമയത്ത് സ്മാർട്ട് ഫോണുകളിൽ ചൂട് കൂടാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.